ലോകമെന്നൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. സിലബസ് എപ്പോഴും പഴഞ്ചൻ സാധനമാണ് നമ്മളെ മുമ്പിൽ എത്തുന്നത്. നമ്മളിപ്പോൾ പ്രിൻസിപ്പല് ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിരിക്കുകയാണ്. ഞാൻ 18 കൊല്ലം പഴയ സാധനമാണ് ഈ കുട്ടികളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എന്നാൽ തിരുമേനിയടക്കം മറ്റ് വിശിഷ്ടാതിഥികൾ സംഭവിക്കുക സ്നേഹത്തിൻ്റെ ഇതിപ്പോൾ എഡ്യൂക്കേഷൻ കോൺക്ലേവ് എന്നുള്ള നിലയിലാണ് നമ്മളുടെ മാർഗസേനസ് പബ്ലിക് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മ നടക്കുന്നു. ഇവിടെ മാർഗസേന സ്കൂളിൽ പല സന്ദർഭങ്ങളിലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥാപനം എന്നുള്ള നിലയിലാണ് കോട്ടയം നിവാസികളെ എല്ലാവരും അതിനെ കാണുന്നത്. നല്ല അഭിമാനബോധത്തോടുകൂടി സാധാരണ രീതിയിൽ ഞങ്ങൾ ആ സ്കൂളിൽ എത്തുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഓണാട്ട് സാർ ഇവിടെ തന്നെയുണ്ട്. എഡ്യൂക്കേഷൻ എക്സ്പേർട്സ് അതിൻ്റെ എല്ലാം തലപ്പത്ത് നിന്ന് എല്ലാ നിയന്ത്രണങ്ങളും നടത്തുന്നതാണ്. ഇപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ടത്തെ വലിയ ട്രാൻസാക്ഷൻ വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഴയ നമ്മളൊരു സങ്കല്പം സിലബസ് ഉള്ളത് പഠിക്കുക, സിലബസ് ഉള്ളത് ക്വസ്റ്റ്യൻ പഠിക്കുക, ആ ക്വസ്റ്റ്യന് കൃത്യമായി ആൻസർ ചെയ്യുക, നമ്മുടെ ആൻസർ ബുക്ക് അവിടെ കൊടുക്കുക, അതോടുകൂടി നമ്മൾ കണ്ണുപൂട്ടി പുറത്തോട്ട് പോകുക. അതായിരുന്നു ഒരു സിസ്റ്റം. പക്ഷെ എഡ്യൂക്കേഷൻ അത്രയേ ഉള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സിലബസിനകത്ത് പരിമിതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? വിദ്യാഭ്യാസം എന്നുള്ളത് പണ്ടൊരു കാലത്തെ കേരള കേന്ദ്രീകൃതമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. കാരണം ഈ സംസ്ഥാനത്തിന് 4 തട്ടക്കെട്ടുകൾക്കുള്ളിൽ സാമാന്യ തെറ്റില്ലാത്ത ഡിഗ്രിയോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു കാറ്റഗറ്റിക് ഏജൻസി എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ സ്കോപ്പ് വളരെ വലുതാണ്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇനിയിപ്പോൾ സബ്ജക്ട് വൈസ് ആയിട്ട് എടുത്താലും മതി. എഡ്യൂക്കേഷൻ്റെ ആഴം പരപ്പ് നമുക്ക് മനസ്സിലാവും. അതിന് പറ്റത്തക്ക വിധത്തിലേക്ക് നമുക്ക് വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സമൂഹത്തിൽ റിജക്റ്റഡായി പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ സത്യം പറഞ്ഞാൽ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ 4 കെട്ടിനകത്ത് നിന്ന് വിദ്യാഭ്യാസത്തെ വിലയിരുത്തുന്ന ഒരാളാണ്. അതിനകത്ത് സാധാരണഗതിയിൽ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അതിന് കാണാൻ പറ്റും. ലോകം അതിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ആ ലോകത്തെ വെല്ലുവിളികളോട് നമുക്ക് ധൈര്യത്തോടുകൂടി നേരിടാൻ കഴിയണം. ആത്മധൈര്യത്തോടുകൂടി നമുക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ കഴിയണം. അപ്പോൾ അത് കാണാൻ കഴിയില്ല. ഇന്നിവിടെ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ഇമോഷണൽ വെൽബീയിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതോടൊപ്പം ഇവിടെ സക്സസ് വിത്ത് ഇന്നർ ഹാപ്പിനെസ്. ഇതൊക്കെ ഒരു വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ കോൺഷ്യസ് ലീഡർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് റെസിലൻസ്, ഇങ്ങനെ തുടങ്ങി ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഒരു യുവ മനസ്സിനെ പര്യാപ്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ എഡ്യൂക്കേഷനെ വിപുലപ്പെടുത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ കേരള വിദ്യാഭ്യാസവും കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസം തമ്മിൽ വ്യത്യാസമാണ്. കേരള സിലബസ് എന്നൊക്കെ സാധാരണ കേരള സിലബസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഈ സിലബസ് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സിസ്റ്റമുണ്ട്. പക്ഷെ CBSE ആകട്ടെ ICSE ആകട്ടെ ആ സിലബസിനകത്ത് ചേഞ്ച് വരികയാണ്. ഇന്നിപ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ളൊരു വിദ്യാഭ്യാസത്തെയാണ് നമുക്ക് കാണേണ്ടതും വിലയിരുത്തേണ്ടത്. കേരളത്തിൻ്റെ 4 അരക്കെട്ടുകൾ ഒതുങ്ങി നിന്നുകൊണ്ട് വിവിധത്തെ നമുക്ക് ഇവിടെ അതിൻ്റെ ചിറകരിയാൻ കഴിയില്ല. വിവിധത്തെ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ
വിദ്യാഭ്യാസത്തെ നമ്മൾ വിപുലീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് കാണുന്ന പൂർണ്ണ വിദ്യാഭ്യാസം താൽക്കാലികമായ നമ്മളുടെ ഒരു ആശ്വാസത്തിന് ഉതകുമെന്നുള്ളതല്ലാതെ വിദ്യാഭ്യാസത്തിൻ്റെ കൃത്യമായ രൂപവും ഭാവവും മനസ്സിലാക്കി തലമുറകളെ നമുക്ക് പഠിപ്പിച്ചെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മളിതിനെ വിശകലനം ചെയ്യുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞ് തടിതെക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണാറുണ്ട്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയില്ല. അന്നത്തെ കാലത്ത് അവർ കണ്ടതിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിരിക്കും നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ പര്യാപ്തമല്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഐറ്റംസ് നമുക്ക് പഠിക്കുന്നതിന് വന്നപ്പോൾ ഇവിടെ മൊബൈൽ പോലും കണ്ടില്ലാത്ത കുട്ടികൾ അതിലേക്ക് സാവകാശം മാറേണ്ടി വന്നു. അത് ഈ കാലഘട്ടത്തിലെ കുട്ടികളില്ല. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ 5ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ മൊബൈലിൽ കയറി നല്ല എക്സ്പേർട്സ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. നമ്മളൊരു വീട്ടിൽ ചെന്നു ആ വീട്ടിലെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും അറിയാത്ത വിധത്തിൽ അവർക്ക് കൃത്യമായി അവർ മനസ്സിലെത്താത്ത വിധത്തിൽ അവിടെയുള്ള 4 വയസ്സുകാരൻ 3 വയസ്സുകാരൻ TV പ്ലേ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അമ്മൂമ്മയെ അപ്പൂപ്പിനെ അപ്പുറത്തേക്ക്. പക്ഷേ ഈ കൊച്ചുകുട്ടികൾ ഇതിൽ കറങ്ങിത്തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാലാന്തരം കൊണ്ടുണ്ടായ ചേഞ്ചാണ് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഡിജിറ്റൽ രംഗത്ത് കൂടുതൽ ആവേശത്തോടുകൂടി പോകുന്നു എന്നാണ്. ഇന്ന് ഡിജിറ്റൽ യുഗവും കഴിഞ്ഞിരിക്കുകയാണ്. AI-യുടെ കാലത്ത് നമ്മൾ ചെയ്യാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. ഞാനൊരു സർവകലാശാലയിലെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കി. ബൂത്ത് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ബൂത്ത് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സുണ്ട്, വിസിറ്റിംഗ് പ്രൊഫസേഴ്സ്. അവരുടെ പ്രൊഫസർമാരുടെ ലിസ്റ്റിനകത്ത് നോബൽ പ്രൈസ് കിട്ടിയ 34 ആളുകളാണ് പ്രൊഫസർമാരായും വിസിറ്റിംഗ് പ്രൊഫസർമാരായും അവരുടെ ലിസ്റ്റിനകത്തുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു അധ്യാപകൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. തിരുവനന്തപുരമായിരിക്കും. പക്ഷെ എൻ്റെ പരിമിതമായ അറിയാൻ സാധ്യത ഉണ്ടാകേണ്ടതാണ്. പക്ഷെ നമുക്കതൊന്നും സർഫസിൽ നോക്കിയിട്ട് മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ കുറേ മുമ്പോട്ട് പോകണം. നമ്മൾ ഇരിക്കുന്നതാണ് ലോകമെന്നൊരു തെറ്റിദ്ധാരണ വരുന്നത്. നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യവും നമ്മളിരിക്കുന്ന സ്ഥലവും നമ്മുടെ കണ്ണെത്തുന്ന കോമ്പൗണ്ടും നമ്മൾ ഓടി നടക്കുന്ന പത്രവും അതാണ് വിദ്യാഭ്യാസത്തിന്റെ മാക്സിമം എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. നിങ്ങളുടെ ലോകം വിപുലമാണ്. നിങ്ങളുടെ ലോകം അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകണം. അത് പോകണമെങ്കിൽ ലോകത്തെ പുതിയ ചേഞ്ചുകൾ സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ ചേഞ്ചിലേക്ക് എത്തത്തക്ക വിധത്തിൽ സഹായകരമായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും ചെയ്യണം. അതിന് പറ്റത്തക്ക വിധത്തിലേക്ക് നമുക്ക് ഉയർന്നു പറക്കാൻ കഴിയണം എന്ന് തന്നെയാണ് ലഭ്യത. എനിക്ക് സിലബസിനെ കുറിച്ച് അഭിപ്രായമുണ്ട്. സിലബസ് എപ്പോഴും പഴഞ്ചൻ സാധനമാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ ഇരിക്കുന്നു. പ്രിൻസിപ്പല് ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിരിക്കുകയാണ്. ഞാൻ സിലബസ് എപ്പോഴും ഒരു 15 കൊല്ലം 18 കൊല്ലം പഴയ സാധനമാണ് ഈ കുട്ടികളുടെ മുമ്പിൽ എത്തുന്നത്. എന്നാൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അവരുടെ സിലബസ് അയച്ചത് വരികയാണ്. നമ്മൾ സിലബസ് ഉണ്ടാക്കുന്നതല്ല. ഞാനത് പഴയതിനൊന്നും പറയുന്നില്ല. എന്നാലും ഒരു വാക്ക് പറയാൻ എനിക്ക് കഴിയില്ല. നമ്മുടെ സിലബസ് ഉണ്ടാക്കുന്നത് ട്രേഡ് യൂണിയൻ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് സ്കൂൾ സിലബസ് ഒരു നിമിഷം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കും. അപ്പൊ ഈ വർഷം സിലബസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന സംഘടനയിൽ വളരെ ആ സംഘടനക്കാരെങ്കിലും കുത്തും തൊഴിയും ഒക്കെ അങ്ങനെ അവർ തുമ്പിയെപ്പോൾ കണ്ടടിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ കണ്ടാണെങ്കിൽ തുമ്പി ഒതുക്കുകയുള്ളൂ. അതാണ് അങ്ങനെ നമ്മൾ സാന്ദ്രതയുള്ള ഐറ്റം നമ്മുടെ സിലബസിനകത്തേക്ക് വരുന്നില്ല. രണ്ടാമത്തെ പ്രശ്നമുണ്ട്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പഠിപ്പിക്കുന്നതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അതും ഈ കാലമായിട്ട് ബന്ധമില്ല. സത്യം പറഞ്ഞ ഹിസ്റ്ററി ക്ലാസ്, സിവിക്സ് ക്ലാസ്, ഇക്കണോമിക്സ് അത്രയില്ല. ലേറ്റസ്റ്റ് തിയറിക്കും ബാക്കിയുള്ള ഏതെങ്കിലൊക്കെ 10
10, 25, 30 കൊല്ലം മുമ്പ് പഠിച്ചത് നമ്മുടെ അധ്യാപകർ അതേപടി വന്ന് ക്ലാസ് മുറിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാലത്ത് അധ്യാപകർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പഠിക്കരുത് എന്ന് ദയവായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ. പഠിക്കാൻ വേണ്ടിയില്ല, ഞാനൊരു സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാം. ആ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ സിസ്റ്റത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് എന്തായി, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസിൽ നമുക്കൊരു ജോലി കിട്ടുക. അപ്പൊ നല്ല കോമേഴ്സ് വിദ്യാർത്ഥി അവൻ നല്ല പ്രശസ്തമായ രൂപത്തിൽ പഠിച്ചു എന്നിരിക്കട്ടെ, അവൻ ചെയ്യേണ്ട ജോലി ഒരു ക്ലർക്കിന്റെ വർക്കാണെങ്കിലും എന്ത് കോമേഴ്സ് എടുക്കും, രണ്ടും രണ്ട് തരത്തിലാണ്. ഏറ്റവും നല്ല ഒരു സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അവൻ പിന്നെ പോയി ചെയ്യേണ്ടി വരുന്ന അതുമായി പുലബന്ധം പോലും ഇല്ലാത്തൊരു ഐറ്റമാണെങ്കിൽ അവൻ പഠിച്ചത് മുഴുവൻ ഹൃദയം പോയി. ഒരു തപസ്യ പോലെ നിന്ന് അവൻ പഠിച്ച് പുറത്തു വരുമ്പോൾ അവൻ ഉപയോഗിക്കേണ്ട രംഗത്ത് ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത നീൽ പോയിന്റിൽ നിൽക്കുകയാണ്. അവൻ സിലബസിന്റെ രൂപീകരണം ഇതിനകത്തെ ഭാഗമാണ്. അത് ട്രാൻസ്ഫർ ചെയ്ത് ആ അറിവ് ട്രാൻസ്ഫർ ചെയ്ത് കുട്ടികളിലേക്ക് വരുന്നതും വേറൊരു വലിയ അനുഭൂതിയാണ്. അനുഭവം ഞാൻ പറയുന്നില്ല, അതൊരു അനുഭൂതിയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന അറിവിന്റെ ഒരു പ്രസരം അത് നിങ്ങളെ തലച്ചോറിലെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ പറ്റത്തക്ക വിധത്തിൽ ഏറെക്കുറെ അടിപൊളി മൊത്തം മാറണമെന്നൊക്കെ പറഞ്ഞാൽ അഭിപ്രായമില്ല. പക്ഷെ കാലത്തിനൊക്കെ മാറുക മാത്രമല്ല, ഇതുപോലെ വിവരവിജ്ഞാനമുള്ള ആളുകളെ ഇരുത്തി ഇന്ററാക്ഷൻ നടത്തി കാലത്തോടൊപ്പം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, നമുക്കും ഓടിപ്പോകുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾ കളിക്കുന്ന കളം ചെറുതായാൽ നമ്മൾ ഓടേണ്ടി വരുന്ന ലോകം അറബിക്കടൽ പോലെ വിപുലവും വിശാലവുമായ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ അതിനകത്തൊരു കണിക മാത്രമായി പോകും. അത് വരാതിരിക്കാത്ത കൂട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പുതിയ വീക്ഷണത്തെക്കുറിച്ച്, പുതിയ രൂപത്തിൽ എഡ്യൂക്കേഷനെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച്, പുതിയ തലമുറയുടെ ടാലന്റ് അനുസരിച്ചും ലോകത്തിന്റെ ആവശ്യങ്ങളനുസരിച്ചും നമ്മുടെ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിയുടെ ഒരു ഭാഗമായി നമ്മുടെ ഈ കോൺക്ലേവിനെ ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഈ കോൺക്ലേവിന്റെ തുടക്കം മാത്രമാകട്ടെ, ഡിസ്കഷൻ നടക്കണം. ഇവിടെ ഞാൻ പ്രസംഗിച്ചു, ഞാൻ പറഞ്ഞ കുറെ നിങ്ങൾ കേട്ടു, കുറെ കേട്ടില്ല. കുറെ എന്നോടുള്ള ഒരു ക്ഷമാശീലവും എന്നോടുള്ള ഒരു സ്നേഹവും കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യത്തിലൊരു ചോദ്യം നിങ്ങൾ തിരിച്ച് ചോദിക്കാതെ ഇല്ല. പക്ഷേ അതുകൊണ്ട് എഡ്യൂക്കേഷന്റെ ഫൈനലായി എന്ന് തിരിക്കരുത്. അതുകൊണ്ട് ഡിസ്കഷൻ നടത്തണം. കൊച്ചു കുട്ടികളിൽ നിന്നുള്ള അറിവുകൊണ്ട് സത്യം പറഞ്ഞാൽ മറ്റു പലതിനേക്കാൾ ഏറ്റവും കൂടുതൽ വാലിഡായിട്ടുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരു നിഷ്കളങ്കനായ കുട്ടി നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ അവരെ വിരട്ടിയിരുത്താനും എന്തെങ്കിലുമൊക്കെ കൈകൊണ്ടാണെങ്കിലും അവിടെ ഇരിക്കട്ടെ ഒന്ന് സൂചന കൊടുത്ത് ഇരുത്തി പോകാനും ശ്രമിക്കുകയായിരിക്കാം. പക്ഷെ അവർക്ക് പറയണം, ഇന്ററാക്ഷൻ നടക്കണം. അവരൊരു തിയറി പാത്തിലോട്ട് വരും, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അവർ അനുഭവിക്കുന്ന വിഷമം വരും. നമുക്ക് അങ്ങോട്ടൊരു മറുപടി വരണം. അപ്പൊ എഡ്യൂക്കേഷൻ നമുക്കൊരു ക്ലാസ്സിനേക്കാൾ ഇന്ററാക്ഷനായിട്ട് ഇതിനെ മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് നല്ല ഭംഗിയായി പോകട്ടെ. ഞാൻ താമസിച്ചെത്തിയതാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ വാച്ചില്ല, എന്നാലും സമയത്തിൽ പോയിട്ടുണ്ട്. ഞാൻ താമസിച്ചെത്തിയ ഞാൻ അതിവിപുലമായി സംസാരിച്ചു പോകുന്നത് ശരിയല്ല. തിരുവനന്തപുരത്തിരിക്കുന്ന യോഗത്തിൽ ഞാനെന്നൊരു ദോഷം ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനെൻ്റെ ആ ഓർമ്മത്തിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവം തരുന്നു. ഇവിടെ നിന്ന് പുതിയ പൂക്കൾ വിരിയട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പുതിയ ആശയങ്ങൾ ഉയർന്നു വരട്ടെ. ആ ആശയങ്ങൾക്ക് നമുക്ക് ചിറക് വെക്കാൻ കഴിയണം. അങ്ങനെ എഡ്യൂക്കേഷനെ വിപുലമായ ഒരു രംഗത്തേക്ക് വളർത്തിക്കൊണ്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിദ്യത്തിന് വേണ്ടിയുള്ള കൂടി അനുമതിയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.